ക്രിക്ടോക്സ് തണുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ, കനത്ത തിരിച്ചടി. എന്ത് പറയാനാണ് സി എസ് കെയുടെ അവസ്ഥ? കഴിഞ്ഞ കളി മുംബൈയും പണിയെടുക്കുന്ന കാര്യം മറക്കുന്നില്ല. പക്ഷേ അവരുടെ സൂപ്പർ താരം രാമകൃഷ്ണ ഘോഷ് ഇപ്പോ IPL റോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ സി എസ് കെക്ക് വീണ്ടും തിരിച്ചടി. ഈ സീസണിൽ ഇത്രയധികം ഇഞ്ചുറി പ്രശ്നം കൊണ്ട് തിരിച്ചടിച്ച് വേറെ ടീം ഉണ്ടോ എന്ന് സംശയമാണ്. നദാൻ അലി റോൾഡ് ഔട്ട് ആവുന്ന കാഴ്ച കണ്ടില്ലേ? ആയുഷ് മാത്രമേ റോൾഡ് ഔട്ട് ആവുന്നു. ഖലീൽ അഹമ്മദ് റോൾഡ് ഔട്ട് ആവുന്നു. ഇപ്പോൾ രാമകൃഷ്ണ ഘോഷ് റൂൾഡ് ഔട്ട് ആവുന്നു. ഡബിൾ ഡബ്ല്യൂസ് ആയത് കുറച്ച് മനുഷ്യൻ നഷ്ടപ്പെട്ട കാഴ്ച കണ്ടില്ലേ? MS ദീപവും സ്റ്റിൽ റിക്കവറിംഗ് ആണ്. അങ്ങനെ ഇഞ്ചുറി പ്രശ്നങ്ങൾ കൊണ്ട് അലയുന്ന ടീമായിട്ടുണ്ട് CSK. ഇപ്പോൾ ഇത് ESPN ക്രിക്കറ്റ് വരുന്ന റിപ്പോർട്ടാണ്. CSK രാമകൃഷ്ണ ഘോഷ് റോൾഡ് ഔട്ട് ഓഫ് IPL വിത്ത് ഫുട്ട് ഫ്രാക്ചർ. CSK said he sustained the injury against Mumbai Indians in Chennai on Saturday എന്നാണ് അവർ കൊടുക്കുന്നത്. അതായത് IPL ഡെബ്യൂ ചെയ്തത് യഥാർത്ഥത്തിൽ ആ മത്സരത്തിലായിരുന്നു മുംബൈക്കെതിരെ. പക്ഷേ അദ്ദേഹത്തിന് ഫുഡ് ഫ്രാക്ചർ റൈറ്റ് ഫുട്ടിലാണ് സംഭവം. അദ്ദേഹത്തിന് ഇഞ്ചുറി ആണ്. IPL മത്സരം നഷ്ടപ്പെടുന്ന കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഡെബ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എടുക്കാൻ പറ്റുന്ന ക്യാച്ച് ഒക്കെ ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ ബോളിംഗ് സ്പെല്ലും സൂപ്പർ ആയിരുന്നു. സൂര്യകുമാർ അതിനൊക്കെ ഔട്ടാക്കിയ അദ്ദേഹമായിരുന്നു. അതായത് മഹാരാഷ്ട്ര പേസറായിട്ടുള്ള രാമകൃഷ്ണ ഘോഷിനെ ഈ മെഗാ ഓപ്ഷനിൽ 30 ലക്ഷത്തിനായിരുന്നു ടീം എടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് ആദ്യത്തെ മത്സരം മുംബൈക്കെതിരെ ആയിരുന്നു എന്ന കാര്യം കൂടി മറക്കേണ്ടതില്ലല്ലോ. ഘോഷ് ഇപ്പൊ 4ാമത്തെ പ്ലെയർ ആണ് ഫാസ്റ്റ് ബോളർ CSK റൂൾഡ് ഔട്ട് ആണ്. അതായത് ഫോർത്ത് പ്ലെയർ, അതായത് തേർഡ് 3ാമത്തെ ഫാസ്റ്റ് ബോളറും 4ാമത്തെ പ്ലെയർ, അതായത് നേരത്തെ ആവശ്യം മാത്രം കളിക്കാൻ പ്രദേശം ഘോഷ് കൂടി ആവുന്നു. കറന്റ് CSK 6ാം സ്ഥാനത്താണ്. ഇനി അവർക്ക് 5 മത്സരം കളി, 5 മത്സരം ക്രൂഷ്യലാണ്. രാമകൃഷ്ണ ഘോഷ് ഇല്ലാത്തവർക്ക് ഇതിലെ തിരിച്ചടിയാവുന്നതാണ് നമ്മുടെ ക്രിക്കറ്റ് കൂടുതൽ വിശേഷമാണ്.